ചിന്തകൾ നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത്തരത്തിലുള്ള ചിന്തകൾ ഇപ്പോൾ എങ്ങനെ വന്നു എന്നോർത്ത് ആശ്ചര്യപ്പെടേണ്ട. ഇതെല്ലാം കുഞ്ഞുനാൾ മുതലേ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു ഫംഗ്ഷന് വന്ന ഒരു കുഞ്ഞ് കരഞ്ഞു എന്നിരിക്കട്ടെ, ഉടൻ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും എന്തു പറയും? നീ ഒന്ന് കരയാതിരിക്കൂ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നല്ലേ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളോട് പറയും, നീ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെക്കരുതെന്ന്. ഇതെല്ലാം ആളുകളെ മാത്രം ഭയന്നിട്ടല്ലേ. ഇതുകൊണ്ടെല്ലാം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഇത്തരക്കാർക്കുണ്ടാകുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. ഇത്തരക്കാർക്ക് തോറ്റു കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ളൊരു ഭയം എപ്പോഴും ഉണ്ടാകും. ഉദാഹരണത്തിന് സ്റ്റേജ് ഫിയർ. ഇത്തരക്കാർക്ക് സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത് എങ്ങനെ കാണും, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഇത് എങ്ങാനും തെറ്റിപ്പോയാലോ എന്നുള്ള ഭയമായിരിക്കും നമ്മുടെ ഉള്ളിൽ കൂടുതൽ. സോ ആ ഒരു ഭയമാണ് നമുക്ക് ഇല്ലാതാക്കേണ്ടത്. അല്ലെങ്കിൽ എന്തുണ്ടാകും, ആ പരിപാടി നമ്മൾ ഒരിക്കലും അവതരിപ്പിക്കാനേ പോകുന്നില്ല. അതിന് പകരം ഇത് തെറ്റാൽ തെറ്റിക്കോട്ടെ, നമുക്ക് അതിൽ നിന്നും പാഠം പഠിച്ച് നെക്സ്റ്റ് അടുത്ത തവണ നമുക്ക് ഉറപ്പായും ശരിയാക്കാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു ഭയത്തിൽ നിന്നും നമുക്ക് പെട്ടെന്ന് തന്നെ മോചനം നേടാവുന്നതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആളുകളെ സുഖിപ്പിക്കൽ. ഇത്തരക്കാർ ആളുകളെ സുഖിപ്പിക്കുന്നതിലായിരിക്കും മെയിനായി ശ്രദ്ധിക്കുന്നത്. സ്വയം ജയപരാജയങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാൻ അവർക്ക് സമയം ഉണ്ടാകാറില്ല. മറിച്ച് അവരുടെ വാക്കുകൾ കൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരക്കാർ ഒരാളോടും കൂടുതലായി അടുക്കാറില്ല. കാരണം മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലോ എന്നുള്ള ചിന്ത എപ്പോഴും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അത് കാരണം ഇത്തരക്കാർ ആരുടെ കൂടെയും അങ്ങനെ ഒത്തുപോകുന്ന ഒരു വിഭാഗക്കാരായിരിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരക്കാർ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആയിരിക്കും. അവരുടെ വിജയപരാജയങ്ങളായിരിക്കും ഇവർ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതേസമയം സ്വന്തം ജയപരാജയങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേയില്ല. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ സ്വന്തം ഐഡന്റിറ്റി മറച്ചുകൊണ്ടായിരിക്കും മറ്റുള്ളവരോട് ഇടപഴകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു ലോ ഗ്രേഡ് ജോലിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ കുറച്ച് ഹൈ ലെവലിലുള്ള ആൾക്കാരുമായി ഇടപഴകുമ്പോൾ സ്വന്തം ജോലിയെക്കുറിച്ച് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അവരോട് സംസാരിക്കും. അവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലോ എന്നുള്ള ചിന്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെക്കുറിച്ച് അവരോട് വെളിപ്പെടുത്തി അവർ അതേക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇത്തരക്കാർ മറ്റുള്ളവരുടെ ചോദ്യങ്ങളെ വളരെയധികം ഭയപ്പെടും. ഫിഫ്ത്ത് പോയിന്റ് പാരന്റിങ്ങിനെ കുറിച്ചാണ്. ചില മാതാപിതാക്കൾ ഉദാഹരണം തങ്ങളുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അവരെ ചേർത്ത് നിർത്തേണ്ട സമയത്ത് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളൊരു ചിന്താഗതിയിൽ അവരെ തള്ളിപ്പറയും. അതുപോലെ 10th പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരക്കാർ മറ്റുള്ളവരുടെ അംഗീകാരങ്ങളെ വളരെയധികം വിലമതിക്കുന്നു. അവർ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന്, ഇപ്പം ഒരാൾ അവരുടെ മക്കളുടെ വിവാഹം നടത്തുന്നു എന്നിരിക്കട്ടെ, ഇപ്പം കുറച്ച് പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ലോ ലെവലിൽ ഉള്ള ആളാണെങ്കിൽ പോലും കടം വാങ്ങി വളരെയധികം വലുതായി തന്നെ വിവാഹം നടത്താൻ വേണ്ടി അയാൾ ആഗ്രഹിക്കും, ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനെ നടത്തുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് താൻ നല്ല നിലയിലാണെന്ന് വിചാരിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് അയാൾ ഇത് ചെയ്യുക. അതിന് പകരം മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ, എന്തിനാണ് ഇയാൾ കടമെല്ലാം വാങ്ങിക്കൊണ്ട് അനാവശ്യമായി പൈസ ദൂർത്തടിച്ചുകൊണ്ട് ഇങ്ങനെ കല്യാണം നടത്തുന്നത് എന്നായിരിക്കും. പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരക്കാർ ഇഷ്ടമുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു കാര്യവും ഇത്തരക്കാർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു വളരെ ചെറിയൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ ഉടനെ മനസ്സിലൊരു ചിന്ത വരും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇനി അത് ചെയ്യണോ വേണ്ടയോ. അല്ലെങ്കിൽ വലിയ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു, നിങ്ങൾ ഫംഗ്ഷന് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയും, അല്ലെങ്കിൽ റീസെൻ്റായി നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻസിനെ കുറിച്ച് മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചോദിക്കും എന്നുള്ളൊരു ഭയത്തിൽ നിങ്ങൾ ആ പരിപാടി ഒഴിവാക്കി. ഇപ്പം നിങ്ങൾക്ക് അതിന് പോകാൻ താല്പര്യമില്ല, നിങ്ങൾ പോകുന്നില്ല, ഓൾറൈറ്റ്, അത് ഓക്കെയാണ്. പക്ഷേ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളൊരു ചിന്താഗതിയിൽ ആ പരിപാടി നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ അത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്.
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബേസിക്കായി എനിക്കും ഇതുപോലുള്ള 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും ഇതെല്ലാം മാറ്റിവെച്ചു. സോ എനിക്ക് ജീവിതം കുറച്ചുകൂടി ഭാരമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവർക്കും വളരെ ഹാപ്പിയായി സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ, വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.